ഉച്ചഭക്ഷണം കഴിക്കാനായി 12:30 എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന ആ ഒരു വാക്കിൻ്റെ പുറത്ത് മികച്ച ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആ ചട്ടിച്ചോറ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ചട്ടിച്ചോറ് കിട്ടുന്ന ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഒരുപാട് സ്ഥലങ്ങൾ പിന്നെയാണ് മനസ്സിലാക്കിയത് അത്യാവശ്യം ലോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ പോർട്രേറ്റിൽ നിന്നും ലാൻഡ്സ്കേപ്പിലേക്ക് എടുക്കാം എന്നുള്ള മികച്ച തീരുമാനത്തിൽ നിന്നും നേരത്തുള്ള വീഡിയോസ് എല്ലാം ഒഴിവാക്കി ഇനി ഫ്രഷ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തൃശ്ശൂരിൽ ആക്ച്വലി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്ത് വന്നതുകൊണ്ട് അത് കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ട് വേറെ മന്തി കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ ചട്ടിച്ചോറ് തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അടുത്ത ചട്ടിച്ചോറ് കിട്ടുന്ന കായലോരം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക്, അതും ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസിലാണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു പ്ലേസാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളവിടെ മറ്റേ മുല്ലപ്പന്തൽ ഷാപ്പ് ആ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിലും നമുക്കിതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടും. നമ്മൾ ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു. വരാൻ പോകുന്ന പാലം ചേറ്റുവ ബ്രിഡ്ജ് കനാലാണ്. കനാലിലൂടെ കനോലി കനാൽ എന്ന് പറയുന്ന കനാലിന്റെ തൊട്ട് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇനി ഫുള്ള് മറ്റേ വാട്ടർ മെട്രോ അങ്ങനത്തെ കുറേ പ്രൊജക്ട്സും കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ വരാനായിട്ട് സാധ്യതയുള്ള അത്യാവശ്യം ടൂറിസ്റ്റ് മേഖലയെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് വി ആർ ഗുഡ്. കാരണം നമ്മുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്കിവിടെ വരാനും അത്ര എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സും നമുക്ക് പുറത്തുനിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് കാണിക്കാൻ ഇനി പുതിയൊരു സ്ഥലമായി. എക്സാക്ട്ലി. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ മുറിച്ച് കടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർ ഇനി ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മളെ കാണാനായിട്ട് ഇനി വരുന്നതായിരിക്കും. ഞങ്ങൾക്കും ഇനി ട്രിവാൻഡ്രത്തേക്കൊക്കെ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല നേരത്തെ പോലെ. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് റോഡിൻ്റെ സാഹചര്യം കാണിച്ചു കൊടുക്കുക. ഇതേ പോക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മൈലേജും കിട്ടത്തില്ല, വേറെ ടയർ, സമയം, ഉറക്കം. സമയമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനു മുന്നേ ഒരു പൊളിറ്റീഷ്യൻ, ഒരു ലേഡി ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇത്രയും നേരത്തെ എത്തിയിട്ട് എന്തിനാ മോനെ. സമയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ സിറി സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. ഗ്യാസിന്റെ അൺഅവൈലബിലിറ്റി കാരണം നമ്മളെ ചട്ടിച്ചോറ് കിട്ടുന്ന സ്പോട്ടും പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചട്ടിച്ചോറ് കിട്ടും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ ആത്മവിശ്വാസത്തോടുകൂടിയും വിശപ്പോടുകൂടിയും സമയം ഇപ്പോൾ 1:15 ഗ്യാസ് കയറാണ്ടിരിക്കുക, എത്രയും നേരത്തെ ചട്ടിച്ചോറ് കിട്ടണം എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി വണ്ടി ഓടിച്ചിപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചാവക്കാടിൻ്റെ ഹൃദയഭാഗങ്ങളിലേക്ക് കൂടെയാണ്. ചാവക്കാട് ബീച്ച് റോഡ് ആണ് നമ്മൾ ഇനി കണക്ട് ആയി പോകാനായിട്ട് പോകുന്നത്. ഉച്ചയായതുകൊണ്ട് തന്നെ ബീച്ച് കാണാനായിട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. നീ എന്തെങ്കിലും പറ. ചട്ടിച്ചോറ് തിന്നാനുള്ള മോഹം എവിടുന്നോ വന്നു, പിന്നെ അത് തന്നെ മതിയായി, പിന്നെ അതങ്ങോട്ടങ്ങ് കിട്ടും, പിന്നെ അതൊരു ലഹരിയായി മാറി. അപ്പൊ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കും? കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കിയ മന്തിയെ തിരിച്ചടിക്കും. എനിക്കത് വേണ്ട. എനിക്ക് സാധാരണ ഊണ് കിട്ടിയാലും മതി. സാധാരണ ചോറും മീനും ചീനിയും ഫിഷ് ഫ്രൈ മതി. അത് മതി, അത്രയും മതി. അതാണ് നമ്മൾ ചാവക്കാടിലേക്ക് പോകുന്ന ബീച്ച് റോഡ്. ഇതിന് തൊട്ട് പാരലായിട്ട് നമുക്ക് നാഷണൽ ഹൈവേ വരുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിലൂടെ പോകുമ്പോഴേക്കും നമുക്ക് പൊളിഞ്ഞ കുറേ വീടുകളും അത് അവരുടെ അവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇവിടെ ഉള്ള ആൾക്കാർ, മിക്ക ആൾക്കാരും ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ ഇതിലൊക്കെ അവർക്ക് വീടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട്
നമ്മളിത് പൊളിറ്റിക്കലായിട്ട് ഇലക്ഷൻ്റെ ടൈം ആണെങ്കിൽ പോലും പൊളിറ്റിക്കലായിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിതിന് കണക്കാക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നില്ല. നമുക്കിവിടെ ആൾക്കാരുടെ ജസ്റ്റ് ഒരു അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. നമ്മൾ കണ്ടോ വീടൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നു, അതിന്റെ പിന്നിലായിട്ട് ചെറൽ വിദ്യ കിട്ടിയിട്ടുണ്ട്. കടലിന്റെ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. പൊളിഞ്ഞ ഒരു വീട് നോക്ക്, കടൽക്ഷോഭത്തിൽ പൊളിഞ്ഞ 1, 2. ഇവർക്ക് വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവരിപ്പോഴും ഇപ്പം നിലവിലുള്ള ആൾക്കാർ ഇപ്പോഴും അതേ വീടുകളിൽ തുടരുന്ന. പിന്നെ ഈ ഭാഗത്തൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് വരുന്നുണ്ട്. പറഞ്ഞു ലൈറ്റ് ഹൗസ് ഇവിടെ ഉണ്ട്. ലൈറ്റ് ഹൗസ് കണ്ടോ? ഇതാണ് നമ്മളെ ഈ ഭാഗത്തെ മെയിൻ ലൈറ്റ് ഹൗസ് വരുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു റിവ്യൂ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഗ്യാസിൻ്റെ അൺഅവൈലബിലിറ്റി കാരണം ഇവിടെ ചട്ടിച്ചോറ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഒറ്റ മൈൻഡ് അടുത്ത സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടിച്ചോറ് കിട്ടിയില്ലെങ്കിൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ, ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന, സീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തിലേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കാരണം എന്ന് വെച്ചാൽ മന്തി ഇനി കഴിക്കാൻ പറ്റത്തില്ല, ഫ്രൈഡ് റൈസ് ഇനി വേണ്ട, ബിരിയാണി ഒട്ടും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് എൻ്റെ സ്പെഷ്യൽ എത്തിയിട്ടില്ല. വന്നവരെല്ലാം മടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ വരണം. ഒരു 2 മണി കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ഫുഡ് കംപ്ലീറ്റ് കഴിയും. കാരണം എന്തെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം മാത്രമല്ല, നൈസ് ഫുഡാണ്. അപ്പോൾ ഇത്രയും വണ്ടി പിന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇനി വരുന്നവർക്കൊന്നും ഫുഡ് കിട്ടുന്നതല്ല. ചട്ടിച്ചോറ് കഴിക്കാൻ ഇറക്കി ഞാൻ. ഇപ്പം ചട്ടിയിലല്ലെന്നേ ഉള്ളൂ അല്ലേ ആനന്ദ്? പക്ഷേ നല്ല അടിപൊളി ഊണായിരുന്നു. ആൻഡ് ഈ സ്ഥലം ഗുരുവായൂർ, ചാവക്കാട് ഈ ഒരു ഏരിയയിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ജസ്റ്റ് ഈ ഒരു സ്പോട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ലഞ്ച് കഴിച്ച് നോക്കണം കേട്ടോ. ഞാൻ അവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടേക്കാം. സമ്മർ സീസണിൽ ഫാമിലി ആയിട്ട് അധികം വെയിൽ കൊള്ളാണ്ട് ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. അതൊക്കെ ഉണ്ടാകും സർപ്രൈസ്. അത് എനിക്ക് സർപ്രൈസസ് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സ്പോട്ടിന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇനി പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ തന്നെ ആയിരിക്കും. ഇനി വീട്ടിൽ പോവുക, കിടന്നോ.